കേരളത്തിലെ മലപ്പുറം എന്ന ജില്ല രണ്ടായി വിഭജിക്കണമെന്ന പ്രൊപ്പോസൽ ഒരു രാഷ്ട്രീയ നീക്കമാണോ, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന തിരൂർ സബ് കളക്ടറുടെ നിർദ്ദേശത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് മലപ്പുറം ജില്ലയിലെ ഒരു ജോഗ്രഫി ചെറുതായെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ വലുപ്പത്തിൽ പാലക്കാടും ഇടുക്കിക്കും ശേഷം മൂന്നാമത്തെ സ്ഥാനമാണ് മലപ്പുറത്തിനുള്ളത്. അതായത് ഏകദേശം 3554 കിലോമീറ്റർ സ്ക്വയറാണ് മലപ്പുറത്തിന്റെ വലിപ്പം എന്നത്. എന്നാൽ മലപ്പുറമാണ് കേരളത്തിലെ ജനസംഖ്യയിൽ ഒന്നാമത്തെ ജില്ല എന്നത്. 2026 കണക്ക് പ്രകാരം ഏകദേശം 4.5 മില്യൺ അല്ലെങ്കിൽ 45 ലക്ഷമാണ് മലപ്പുറത്തെ ആകെ ജനസംഖ്യ എന്നത്. ഈ 45 ലക്ഷം ജനസംഖ്യയിൽ എന്തൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 10 ലക്ഷമോ 20 ലക്ഷമോ അല്ല, ഏകദേശം 45 ലക്ഷത്തോളം ആളുകളെയാണ് അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്നത്. കേരളത്തിലെ പബ്ലിക് ടു പോപ്പുലേഷൻ റേഷ്യോ അനുസരിച്ച് 1000 ആളുകൾക്ക് 16 പബ്ലിക് സർവന്റുകളാണ് വേണ്ടത്. ഈ രീതിയിൽ മലപ്പുറത്തെ പോപ്പുലേഷന്റെ കണക്കെടുത്തൽ തന്നെ 41 ലക്ഷം ആളുകൾക്ക് ഏകദേശം മൊത്തം 65,600ഓളം പബ്ലിക് സർവന്റുകളാണ് വേണ്ടത്. ഇവിടെ 2021 റിപ്പോർട്ട് അനുസരിച്ച് 1000 ആളുകൾക്ക് 1.22 ആളുകളാണ് മലപ്പുറത്തെ പബ്ലിക് ടു പോപ്പുലേഷൻ റേഷ്യോ എന്നത്. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 46,000 ആളുകളാണ് മൊത്തം മലപ്പുറത്തെ പബ്ലിക് സർവന്റ് എന്നത്. ഇവിടെ ഏകദേശം 19,600ഓളം ജീവനക്കാരുടെ കുറവ് കാണാൻ കഴിയുന്നുണ്ട് എന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 2021 സെൻസസ് പ്രകാരം 41 ലക്ഷം പോപ്പുലേഷൻ അനുസരിച്ചാണ്. എന്നാൽ 2026 ജനസംഖ്യ 45 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഈ കാൽക്കുലേഷൻ കൃത്യമല്ലെങ്കിൽ പലപ്പോഴും ജനങ്ങൾക്ക് കറക്റ്റായ ഗവൺമെന്റ് സർവീസുകൾ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകുകയും കൃത്യമായ ഡെവലപ്മെന്റ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വൈകുമെന്നതാണ്. ഇനി ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് വന്നാൽ WHO ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ എന്നത് 1000 ആളുകൾക്ക് ഒരു ഡോക്ടർ എന്ന റേഷ്യോ ആണ്. ഇവിടെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ 2024 കണക്ക് പ്രകാരം 7400 ആളുകൾക്ക് ഒരു ഡോക്ടർ എന്നതാണ് മലപ്പുറത്തെ ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ ജനസംഖ്യ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് WHO റേഷ്യോ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് എന്നതാണ്. അതായത് ഏകദേശം ഒരു ഡോക്ടർ സാധാരണ 1000 ആൾക്കാരെ ചികിത്സിക്കേണ്ട സ്ഥലത്ത് മലപ്പുറത്ത് ഇതൊരു ഡോക്ടർ 7000-ലധികം ആളുകളെയാണ് കാണേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇത് ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുകയും അതുകൊണ്ട് തന്നെ പലപ്പോഴും കൃത്യമായി എല്ലാ ആളുകളിലേക്കും ഈ സേവനങ്ങൾ ലഭ്യമാകാതെ വരികയും ചെയ്യുന്നു എന്നതാണ്. ഒരു ജില്ലയുടെ പ്രധാന ചുമതല അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. അതായത് ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന തിരുവനന്തപുരത്ത് വെച്ച് ഏകദേശം 10 ലക്ഷത്തിലധികം കൂടുതൽ ജനസംഖ്യയാണ് മലപ്പുറത്തിനുള്ളത്. കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും വേഗതയിൽ ഡെവലപ്മെന്റ് നടക്കുന്ന പ്രധാനപ്പെട്ട ജില്ലയാണ് മലപ്പുറം എന്നത്. പക്ഷേ ഇതിന് പ്രധാന കാരണം ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ഏറ്റവും പ്രധാനമായും ഇന്ത്യക്ക് പുറത്തുനിന്ന് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലപ്പുറത്തിലേക്ക് ഒഴുകുന്ന പ്രൈവറ്റ് മണിയാണ്. അതായത് കേരളത്തിലെ ജില്ലകളിൽ കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നത് മലപ്പുറത്താണ്. പലപ്പോഴും ഗവൺമെന്റ് ഡെവലപ്മെന്റുകളെക്കാൾ കൂടുതൽ പുറത്തു നിന്ന് വരുന്ന പണമാണ് മലപ്പുറത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന ജില്ലയായി മാറാൻ കാരണമെന്നത്. അതുകൊണ്ട് തന്നെ പല സെക്ടറുകളിലും തന്നെ ഈ പോപ്പുലേഷന്റെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനേ കഴിയുമെന്നതാണ്. അപ്പോഴും ഈ ഗവൺമെന്റ് സ്കൂളുകളുടെ പരിമിതിയും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ പരിമിതിയും പലപ്പോഴും ഈ ജനസംഖ്യ അനുപാതികമായി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് കാണേണ്ടതുണ്ട്. മാത്രമല്ല നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളും ഇതുകൊണ്ട് തന്നെ മറ്റ് താലൂക്കുകളെ പോലെ വളരാൻ സാധിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുതിയ ജില്ല വരുന്നതോടുകൂടി കൃത്യമായ ബഡ്ജറ്റ് അലോക്കേഷനും അതുപോലെ സ്പെസിഫിക് ആയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൂടി ഫണ്ട് വിതരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു എന്നതാണ്. മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന പ്രൊപ്പോസലുകളും വാദങ്ങളും തുടക്കപ്പെട്ടത് 2026 2010 SDP ആണ് മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല 2013 ഈ പ്രൊപ്പോസൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാതലത്തിൽ സമരങ്ങളും ഹർത്താലുകളും നടക്കുന്നതിനെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് 2015 മലപ്പുറം ജില്ലയെ വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തണമെന്ന് മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും സ്റ്റേറ്റ് ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 2019 K. ഖാദർ MLA കേരള അസംബ്ലിയിൽ ജില്ലാ വിഭജനം നടപ്പാക്കണമെന്ന പ്രൊപ്പോസൽ വെക്കുകയും ചെയ്തു. പിന്നീട് 2025 2026 മെയ്യിലും മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം വിഭജനം വേണമെന്നൊരു പ്രൊപ്പോസൽ പാസ്സാക്കുകയും അതുപോലെ തന്നെ തിരൂർ സബ് കളക്ടർ മലപ്പുറം വിഭജിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി കൂട്ടുമെന്നും വരുന്ന പുതിയ ഗവൺമെന്റുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. മലപ്പുറം ജില്ലയുടെ വിഭജനത്തിൽ പൊതുവായി എങ്ങനെ താലൂക്കുകൾ വിഭജിക്കണമെന്ന നിർദ്ദേശങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഇവിടെ ഏറനാട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ എന്നീ താലൂക്കുകൾ ഒരു ജില്ലയായും തിരൂരങ്ങാടിയും തിരൂരും പൊന്നാനിയും കൊണ്ടോട്ടിയും മറ്റൊരു ഡിസ്ട്രിക്റ്റ് ആയുമാണ് കൂടുതൽ നിർദ്ദേശങ്ങൾ വരുന്നത്. ഇങ്ങനെ രണ്ടായി വിഭജനം നടക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനുകൾക്ക് വളരെ എഫിഷ്യൻ്റായി പ്രവർത്തിക്കാനാകുകയും പുതിയ ഡെവലപ്മെന്റുകൾ വേഗത്തിൽ കൊണ്ടുവരാനും കഴിയുന്നതാണ്. ഇനി ഈ ജില്ലാ വിഭജനം നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ആദ്യം തന്നെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നും ലോക്കൽ സംഘടനകളുടെയും ശുപാർശ പോപ്പുലേഷന്റെയും ജോഗ്രഫിയുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ വിഭജനത്തിനുള്ള ഒരു സാധ്യത പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. തുടർന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റോ അതിലുള്ള ചെലവും അതുപോലെ തന്നെ സ്റ്റാഫുകളെ ക്രമീകരിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ജില്ലാ വിഭജനത്തിന്റെ അതിരുകൾ നിശ്ചയിക്കുന്നതിനും വേണ്ടി ഒരു
കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. പിന്നീട് പൊളിറ്റിക്കൽ സപ്പോർട്ടിന് വേണ്ടി സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു അംഗീകാരവും തുടർന്ന് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഒരു എക്സിക്യൂട്ടീവ് ഓർഡറായി പുറത്തിറക്കുകയുമാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നത്. പക്ഷേ ജില്ലാ വിഭജനത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നത് വലിയ ചിലവാണ്. അതായത് പുതിയ ജില്ലകൾ, പുതിയ ഓഫീസുകൾ രൂപീകരിക്കുന്നതിനും ഏകദേശം 50 കോടിക്ക് മുകളിൽ ചിലവാകുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ ഒരു സ്പ്ലിറ്റ് കൂടി ഉണ്ടാകുന്നു എന്നതും ഇതിൽ കാണേണ്ടതാണ്. അതായത് മലപ്പുറത്ത് മെജോറിറ്റിയായ IUMLന് 2 ഡിസ്ട്രിക്റ്റ് ആകുന്നതോടുകൂടി തങ്ങളുടെ 2 കൺട്രോളും 2 ഇടത്തേക്കും, അതായത് വിഭജനത്തിന് ശേഷം 2 അഡ്മിനിസ്ട്രേഷൻ ലെവലുകൾക്ക് തങ്ങളുടെ കൺട്രോൾ വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു എന്നതും കാണേണ്ടതാണ്. ഈ രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയപരമായ സാധ്യതകളൊക്കെ മാറ്റിവെച്ചാൽ ഇത്രയും ജനസംഖ്യയുള്ള ഒരു ജില്ല വിഭജിക്കുന്നതോടുകൂടി പബ്ലിക്കിനും ഗവൺമെന്റിനും അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയപ്പെടാതെ പോയ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കമന്റുകൾ രേഖപ്പെടുത്തുക.